ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കറിയാം, സൂപ്പർ കപ്പിലെ ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിഞ്ഞു. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. പക്ഷേ നമ്മൾ വേണ്ട എന്നുള്ള പെർഫോമൻസ് എടുത്തില്ല. പക്ഷേ ജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ജയിച്ചിട്ടുണ്ടെങ്കിലും ഈ പെർഫോമൻസുമായി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് അല്ല കളിച്ചത്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇതൊരു ആദ്യത്തെ മത്സരമാണെന്ന് നമുക്ക് ക്ഷമിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 5 മത്സരമെങ്കിലും നമ്മൾ നന്നായി സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ടീം ഒന്ന് സെറ്റായി വരണം. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് മെച്ചപ്പെട്ടില്ലെന്ന് വെച്ചാൽ നിരാശരാവേണ്ട. ISL വരുന്നാൽ ISL വളരെ ഒരു കളി കളിക്കാനുള്ള സ്ക്വാഡ് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ എടുത്ത് പറയാം, നമ്മൾ ജുവാൻ റോഡ്രിഗസ്, ആൾ കിണ്ണങ്കാച്ചി പ്ലെയറാണ്. ആൾ പൊളിയാണെന്ന് നമ്മുടെ ഡിഫൻസിൽ അയാളായിരുന്നു താരം. നമുക്കറിയാം, രാജസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ലാസ്റ്റിലാണ് കൊൾഡോബിയേറ്റ് ഗോളടിക്കുന്നത്. അത് ജുവാൻ റോഡ്രിഗസിൻ്റെ ഒരു കിടിലൻ ക്രോസിൽ നിന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു കൊൾഡോബിയേറ്റ് ഹെഡർ ഗോളുകളിലൊക്കെ കേമനാണെന്ന്. അത് തന്നെ സംഭവിച്ചു. ഒബ്ബിയേറ്റ് ഗോളടിച്ചു മക്കളെ. ഒബ്ബിയേറ്റ് ഗോളടിച്ചിട്ട് ജുവാൻ റോഡ്രിഗസിൻ്റെ അസിസ്റ്റിലാണ്. സൂപ്പർ കപ്പിൽ പ്രതീക്ഷയുണ്ടോയെന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ നമുക്കിനി നാളെ ഒരു മത്സരം കൂടി ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രീ മാച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ഇതിപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയെന്ന് എനിക്കറിയാം. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പോയിൻറ്റുകൾ കരസ്ഥമാക്കി എന്നുള്ളതാണ്. മാത്രമല്ല, പിച്ച് ഒരുമാതിരി മഴ പെയ്തിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്സൊന്നും വളരെ മികച്ച രീതിയിൽ പോയില്ല എന്നുള്ളതാണ്. സോ കണ്ടീഷൻസ് ആൻഡ് ഫസ്റ്റ് മാച്ചിൻ്റെ പ്രഷറാണ് എന്നും കൂടി എനിക്ക് തോന്നി. കളിക്കാരൊന്ന് സിങ്ക് ആവാൻ കുറച്ച് സമയമെടുത്തു. ആൻഡ് അവർക്ക് റെഡ് കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് വേണ്ടവണ്ണം യൂട്ടിലൈസ് ചെയ്തില്ല. എനിക്ക് ഡിഫൻസിൽ കാര്യമായ പ്രശ്നം തോന്നിയില്ല. പക്ഷേ എന്നാലും നമ്മൾ സ്ഥിരം വഴങ്ങുന്ന ടൈപ്പ് ഓഫ് ഗോൾസിൻ്റെ ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും അത് ഗോളായി പോയില്ല. നമുക്കൊന്ന് ജസ്റ്റ് മിസ്സിനാണ് ഒന്ന് മിസ്സായി പോയത് എന്നുള്ളത്. പിന്നെ നമ്മുടെ നോറ ഫെർണാണ്ടസ്, ഞാൻ പറഞ്ഞിരുന്നു സച്ചിൻ സുരേഷിനേക്കാൾ എന്തുകൊണ്ടും മികച്ചത് നമുക്ക് നോറ ഫെർണാണ്ടസ് ആണെന്നുള്ളതാണ്. നോറ ഫെർണാണ്ടസ് വളരെ മികച്ച കളി കളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ലൂണയെ കുറ്റം പറയുന്നവരുണ്ട്. ലൂണയെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? പിച്ച് മോശമായിരുന്നു. മാത്രമല്ല, ലൂണ കഴിഞ്ഞ കളിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ലൂണ നന്നായിട്ട് കോമ്പിനേഷൻ ഒബിയേറ്റൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ പ്ലെയറാണ്. കറ്റാലയുടെ സംബന്ധിച്ചിടത്തോളം കറ്റാല കഴിഞ്ഞ കളിയെപ്പറ്റി പറഞ്ഞാൽ തന്നെ ഒരു ആവറേജ് കളി എന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായി. സോ അടുത്ത കളി എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെറ്ററായി കളിക്കും. പക്ഷെ നമുക്ക് വിന്ന് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം എത്ര നന്നായി കളിച്ചാലും കളി ജയിച്ചില്ല, അതിന് വാല്യൂ ഇല്ല. നമ്മൾ എത്ര പോരാടുന്നിടത്തല്ല, നമ്മൾ വിജയിച്ചിങ്ങോട്ട് പോരണം. അതിപ്പോൾ നമ്മൾ നന്നായി കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിജയം മാത്രം മതി, റിസൾട്ട് മതി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ലെവൽ വെച്ച് നമുക്ക് മറ്റ് വലിയ വലിയ ടീമുകൾക്ക് ഇത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് കണ്ട് തന്നെ അറിയാം. നമ്മൾ പലപ്പോഴും നന്നായി കളിച്ച് തോറ്റു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ കളിച്ചില്ലെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റിയാൽ മതി. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നമുക്ക് ഈ ടീമിൽ ഞാൻ ഈ ടീമിൽ വിശ്വസിക്കുന്നുണ്ട് അത്യാവശ്യം. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടോ വെച്ചാൽ ഒരു ആവറേജ് നമ്മളൊരു കെട്ടകടൽ അല്ലെങ്കിൽ ഒരു കെട്ട തീയിൽ ഒരു ചെറിയ കുഞ്ഞിക്കണ്ണലെ പോലെ എനിക്ക് വിശ്വാസമുണ്ട് ഈ ടീമിൽ എന്നുള്ളതാണ്. അത് ആളിക്കത്തട്ടെ, ഈ ടീം ആളിക്കത്തിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ നമുക്ക് അടുത്ത ഒരു പ്രീ മാച്ച് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തോളൂ.